എടാ മക്കളെ, അപ്പടെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്യാപ്റ്റൻ ആവണമെന്നുള്ളത്. വാപ്പ ക്യാപ്റ്റൻ ആവുന്ന ഭയങ്കര പ്രഷറാണ്. ബാറ്റിങ്ങിനെ ബോളിങ്ങിനൊക്കെ ബാധിക്കും. അത് എനിക്ക് അനുഭവം ഉണ്ട്. അത് ബാറ്റിംഗ് ബൗളിംഗ് എടാ എന്ത് എടാ കണ്ട ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആവുന്ന കാര്യമല്ല പറഞ്ഞത്, കപ്പലിന്റെ ക്യാപ്റ്റൻ. എന്ത് അല്ല, വാപ്പ കോസ്റ്റ്യൂമിൽ കാണാൻ ഭയങ്കര കോമഡി ആയിരിക്കും. ചുമ്മാ വാപ്പ ചിരിപ്പിക്കാതെ. വാസ്കോഡാമയുടെ സ്ഥാനത്ത് വാപ്പ ആയിരുന്നെങ്കിൽ ഇവിടെ ഗാന്ധിജിക്ക് ഉപ്പ് വാറ്റേണ്ടി വരില്ലായിരുന്നു. അതെന്ത് കാര്യം? കാപ്പാട് കാലൂത്താ വാപ്പാട് ഊപ്പാട് വന്നു തന്നെ. കടലിൽ കിടന്ന് ലെഫ്റ്റും റൈറ്റും അടിച്ച് എവിങ്ങും എത്താതായി പോയിനെ വാപ്പച്ചി. അത് നിങ്ങൾ കാറോടിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഈ കപ്പലാണ് കൂടുതൽ ഇണങ്ങുന്നത്, അതുകൊണ്ടാണ് കാർ ഓടിക്കുമ്പോൾ ശരിയാവാത്ത. വാപ്പ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ വെച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണം. നിങ്ങളെ കൊണ്ട് പറ്റൂല വാപ്പ. ഓഹോ, നിനക്ക് ഇതിനെ കുറിച്ച് അറിയാമോ? നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ബോട്ട് ചെട്ടിയില്. ബോട്ട് ചെട്ടിയാ? കപ്പൽ ചെട്ടിയില്. കപ്പൽ ചെട്ടിയാടാ? എടാ ഇത് വിഴിഞ്ഞം അദാനി പോർട്ടാണ്, ഇത് സീ പോർട്ട്. ഈ പോർട്ടിന്റെ പ്രത്യേകത നിനക്ക് ഞാൻ ഒന്നൊന്നായി പറഞ്ഞുതരാം. പറഞ്ഞാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് പോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ PPP പദ്ധതി, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറീനെ ഇവിടെ ഡോക്ക് ചെയ്തത്. നിനക്ക് അറിയാമോ? ഇതെല്ലാം ഗൗതം അദാനിയുടെ വിഷനും കേരള ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റും കൊണ്ടാണ് നടന്നത്. അദാനി ഫൗണ്ടേഷൻ വഴി 63 കോടി രൂപയുടെ CSR പദ്ധതികളും ഉണ്ട്. അസാപ്പിന്റെ സഹകരണത്തോടുകൂടി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളും നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയല്ലേ? എടാ ഞാനൊരു നാവികനാണ് ഹൃദയം കൊണ്ട്. റഷീദ് എന്നൊരു നാവികനാണ് ഞാൻ. അത് തന്നെ.